കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എൻ്റെ മേക്കപ്പിൻ്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എൻ്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മളതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പോൾ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നെ എലി എന്ന് വരെ വിളിച്ചു. ഇത് സുജയ പാർവതി. ഇവരെല്ലാവർക്കും അറിയാം. ഇവരൊരു പത്രപ്രവർത്തകയാണ്. ഇപ്പം ബിഗ് ടി വി മലയാളം ന്യൂസിൻ്റെ ഒരു ചാനൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ റീസെൻ്റ്ലി ഒരു ലൈവ് ചെയ്തപ്പോൾ അവരുടെ സ്കിൻ ടോണിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളാണ് ഈ കമൻറ്റ് ബോക്സിലുള്ളതാണ്. അവർ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 2026 ഇപ്പോഴും നിറത്തിൻ്റെ പേരിലും ആൾക്കാരെ കളിയാക്കുന്ന ഒരു കൂട്ടം സമൂഹം ഇപ്പോഴും നമ്മളുടെ ഇടയിലുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം. ഇപ്പോഴും ആ ഒരു സംഭവം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ബോഡി ഷേമിങ്ങിൻ്റെ കാര്യങ്ങളിലായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിനി എത്ര തലമുറ വന്നാലും എത്ര യുഗങ്ങൾ നമ്മൾ ജനിച്ചു മരിച്ചാലും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടുപോകത്തില്ല. എനിക്ക് കമൻറ്റ് ഇട്ട ചേട്ടന്മാരോട് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളെല്ലാം 100% പെർഫെക്റ്റ് ആണ്. ചിലപ്പോൾ അവരുടെ സ്കിൻ ടോൺ അതായിരിക്കും, അത് മേക്കപ്പ് ഇടാത്തത് കൊണ്ട് അവരെ സ്കിൻ ടോണിനെ നിങ്ങൾ കളിയാക്കാൻ നിങ്ങൾ ആരാണെന്ന് ഇങ്ങനെ കുറേ പ്രബുദ്ധ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ തിളയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ ലൈഫല്ലേ, അവരെന്തോ ആയിക്കോട്ടെ. ഒരാളെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കളിയാക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് റൈറ്റ്സ് ആണുള്ളത്? ഭയങ്കര ഷെയിമാണ് കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാരന്മാരായാലും ആരായാലും ഈ കാണിക്കുന്നത് പോക്കിത്രമാണ്. നമ്മുടെ നാട് തന്നെ ഒരു നാണക്കേടാണ്. ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത്, അയാളെ കളർ വെച്ചിട്ട് പരിഹസിക്കുന്നത്, ഒരാളെ മാനസികമായിട്ടും എത്രമാത്രം തളർത്തുന്ന വാക്കുകളാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. നമ്മൾ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പോഴും അയാളുടെ കുറവുകളെ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും കളിയാക്കുമ്പോഴും ആ പറയുന്ന വ്യക്തിക്ക് എന്തുമാത്രം മാനസികമായി പ്രശ്നമുണ്ടാക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പേഴ്സണലി വിളിച്ച് പറയുന്നതല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാം നിങ്ങൾ ഈ പറയുന്ന കമൻറ്റുകൾ വായിച്ച് രസിക്കുന്ന ആൾക്കാരുണ്ട്. ആ സ്ത്രീയെ ആ പ്രശ്നം എന്തുമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വാക്കുകൾ. ഒരിക്കൽ പോലും ഒരാളെ പോലും ഒരു വാക്കുകൊണ്ടോ പോലും നോവിക്കരുത്, ബോഡി ഷെയ്മിങ് ചെയ്യരുത്. അത് തെറ്റാണ്.